സന്ദീപ് പ്രദീപ് എന്ന് പറയുന്ന ഈ ആക്ടർക്ക് മലയാള സിനിമയിൽ നല്ലൊരു സ്കോപ്പ് ഉണ്ട്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. പടക്കളം എന്ന സിനിമയിലാണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ശ്രദ്ധിക്കുന്നത്. ഫാലിമിയിൽ ബേസിലിൻ്റെ അനിയനായിട്ടുണ്ട്. അതിലൊരു ഓക്കെ പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ നമ്മൾ അങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുന്ന ഇമ്പ്രസ് ചെയ്യുന്ന കൈൻഡ് ഓഫ് പെർഫോമൻസ് ആയിരുന്നില്ല. പക്ഷേ പടക്കളം എന്ന സിനിമയിൽ ശരിക്കും ഇത്രയും സീനിയർ ആക്ടേഴ്സ് ഉണ്ടായിട്ടും അതിലും ഷറഫുദ്ദീൻ്റെയൊക്കെ നല്ല പെർഫോമൻസ് ആണ്. എന്നാലും സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു പെർഫോമൻസ് ആയിട്ട് സന്ദീപിൻ്റെ പെർഫോമൻസ് എനിക്ക് ഫീൽ ചെയ്തു. സോ ഞാൻ നോക്കുമ്പോൾ സന്ദീപിന് മലയാള സിനിമയിൽ നല്ലൊരു സ്കോപ്പ് ഉണ്ട്. എന്ത് സ്കോപ്പാന്ന് പറഞ്ഞാൽ വളരെ സക്സസ്ഫുള്ളായ ഒരു ലീഡിങ് ആക്ടറായിട്ടുള്ള ഒരു കരിയർ ബിൽഡ് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് സന്ദീപിനുണ്ട്. കാരണം മലയാള സിനിമയിലെ ഏത് സിനിമയിലാണെങ്കിലും ഒരു നടൻ താരമാവാനായിട്ട് അയാളുടെ കഴിവ് മാത്രം പോരാ, അയാളുടെ ടൈമിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ്. അയാൾ ഇൻഡസ്ട്രിയിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ കോമ്പറ്റീഷൻ എങ്ങനെയാണ്, അവിടെ ടാലൻറ്റഡ് ആയിട്ടുള്ള റൈറ്റേഴ്സും ഡയറക്ടേഴ്സും ഉണ്ടോ, ഇത്തരം ഒരുപാട് ഫാക്ടേഴ്സ് ഇയാളെ ഒരു താരമാക്കി മാറ്റാനായിട്ടുള്ള കാരണങ്ങളായിട്ട് മാറും. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ സന്ദീപ് എത്തിയിരിക്കുന്ന ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ ഒരു കൃത്യമായ ഒരു സ്പേസ് ഉണ്ട്, ഒരു വോയിഡ്, ഒരു ഗ്യാപ്പ് ഇവിടെ ഉണ്ട്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ സന്ദീപിന് പറ്റും. പക്ഷേ സന്ദീപിന് അതിനായിട്ട് യൂസ് ചെയ്യാനായിട്ട് റൈറ്റേഴ്സും ഡയറക്ടേഴ്സും കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ സന്ദീപിന് നല്ലൊരു കരിയർ പെട്ടെന്ന് തന്നെ ബിൽഡ് ചെയ്യാം. എന്താണ് ഈ ഒരു ഗ്യാപ്പ്? ഈ ഗ്യാപ്പിനെ കുറിച്ച് പറയണമെങ്കിൽ റഷ് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. റോൺ ഹോവാർഡാണ് ആ സിനിമ സംവിധാനം ചെയ്തത്. 2 ഫോർമുല 1 റേസേഴ്സിൻ്റെ കഥയാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഈ സിനിമയുടെ അവസാനം നിക്കി ലൗഡ എന്ന് പറയുന്ന ഫോർമുല 1 റേസർ അയാളുടെ റൈവലായിട്ടുള്ള ശത്രു അല്ലെങ്കിൽ എതിരാളിയായിട്ടുള്ള മറ്റേ ഡ്രൈവറെ കുറിച്ച് പറയുന്നൊരു മോണോലോഗുണ്ട്. ആ മോണോലോഗിൻ്റെ ഒരു ചുരുക്കം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന പോയിന്റ് എന്ന് പറയുന്നത്, ഞാൻ ഇങ്ങനെ സക്സസ്ഫുൾ ആവാൻ എൻ്റെ ഓപ്പോസിറ്റ് ഇവൻ ഉണ്ടായതൊരു കാരണമാണ് എന്ന് അങ്ങനെ ഒരു ഡയലോഗ് ആ സിനിമയിലുണ്ട്. ഇതിവിടെ പറയാൻ കാരണം ഇവിടെ ഒരു ആക്ടർ, ആ ഒരു ആക്ടർക്ക് ഇപ്പോൾ നിലവിൽ റൈവൽസ് ഇല്ല. അയാളൊരു ഹൈലി സക്സസ്ഫുൾ ആക്ടറാണ്. പക്ഷേ അയാൾക്കൊരു റൈവൽ ഇല്ല. അയാളെപ്പോലെ ഉള്ള ഒരു നായകനെ വെച്ച് ഇവിടെ ഒരു സിനിമ ചെയ്യണമെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷനും ഇല്ല. ഞാൻ പറഞ്ഞു വന്നത് നസ്ലിനെ കുറിച്ചാണ്. അതായത് ഒരു കോളേജ് സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ കോളേജ് കഴിഞ്ഞ ഒരു പയ്യൻ എന്ന് പറയുന്ന പ്രായത്തിലുള്ള ഒരു നായകനെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള ആ ഒരു കാറ്റഗറിയിലെ ആക്ടർ നസ്ലനാണ്. മാത്യു തോമസ് ഉണ്ടായിരുന്നു, പക്ഷേ ആളിപ്പോൾ ആ ഒരു കോമ്പറ്റീഷനിൽ കുറച്ച് ഡൗൺ ആണ്. ആ ഒരു സ്പേസ് കറക്റ്റായിട്ട് സന്ദീപ് പ്രദീപിന് ചെയ്യാം. അതായത് നസ്ലിനെ വെച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രൊജക്റ്റ് നസ്ലിൻ്റെ ഡേറ്റ് ഇല്ലെങ്കിൽ സന്ദീപിനെ വെച്ച് ചെയ്യാം. കാരണം പടക്കളത്തിലെ ആളുടെ പെർഫോമൻസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളിക്ക് എല്ലാം പറ്റും. കാരണം നല്ല വേരിയേഷൻ ഉണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫിലുള്ള പെർഫോമൻസ് തമ്മിൽ നല്ല വേരിയേഷൻ ഉണ്ട്. ഇത് രണ്ടും കൺവിൻസിങ് ആണ്. അതാണ് ആ ഒരു ആക്ടറിൻ്റെ കഴിവ്. സോ നമുക്കിതിൽ ഫസ്റ്റ് ഹാഫിലെ കൈൻഡ് ഓഫ് പെർഫോമൻസ് ആണ് വേണ്ടെങ്കിൽ അങ്ങനത്തെ പടത്തിനും ആളെ കാസ്റ്റ് ചെയ്യാം. സെക്കൻഡ് ഹാഫിലെ കൈൻഡ് ഓഫ് പെർഫോമൻസ് ആണ് വേണ്ടെങ്കിൽ അത്തരം ഒരു ക്യാരക്ടറിന് വേണ്ടി ആളെ കാസ്റ്റ് ചെയ്യാം. സോ ഇതിന് രണ്ടിനും പറ്റുന്ന ഒരാളാണ്. സോ ഇവിടെ നസ്ലിൻ്റെ പടങ്ങൾ, അതായത് നസ്ലിനെ വെച്ച് ചെയ്യേണ്ട ഒരു പടം നമുക്ക് വേറൊരു ഓപ്ഷൻ വേണമെങ്കിൽ ഇങ്ങനൊരു ആക്ടർ ഇവിടെ ഉണ്ട്. സോ ആ വോയിഡ് അവിടെ, ആ ഒരു സ്പേസ് അവിടെ കിടപ്പുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ റൈവൽ. നസ്ലിന് സത്യത്തിലൊരു റൈവൽ വേണം. ആ റൈവൽ ഉണ്ടെങ്കിലാണ് പുള്ളിക്കും ഗ്രോത്ത് ഉണ്ടാവുക. ഇതിപ്പോൾ ഒറ്റയ്ക്കുള്ള പരിപാടികളാണ്. പുള്ളി പടം ചെയ്യുന്നു, ഹിറ്റാവുന്നു, അടുത്ത പടം ചെയ്യുന്നു, ഹിറ്റാവുന്നു. ഒരു കോമ്പറ്റീഷൻ വന്നു കഴിഞ്ഞാൽ നസ്ലിനാണെങ്കിലും കരിയറിൽ ഇമ്പ്രൂവ്മെൻറ്റേ ഉണ്ടാവുള്ളൂ. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ആളുടെ വോയിസ് മോഡുലേഷൻ, ആളുടെ ഒരു ഡയലക്റ്റ്, ഇതിലൊക്കെ ആൾ ഇനിയും ശ്രദ്ധിക്കും, അതിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരും. അതേപോലെ കൂടുതൽ മെച്ചപ്പെട്ട ക്യാരക്ടേഴ്സ് രണ്ടുപേർക്കും വേണ്ടി ആലോചിക്കും. അങ്ങനെ ഒരു റൈവൽ ഇതിൽ തന്നെ, ഒരു കോമ്പറ്റീഷൻ എന്ന രീതിയിൽ തന്നെ മലയാളത്തിൽ കുറച്ച് നല്ല സിനിമകൾ ഇറങ്ങാൻ ഈ ഒരു ആക്ടറിൻ്റെ പൊട്ടൻഷ്യൽ വെച്ച് പറ്റും. സോ അതാണ് ഞാൻ പറഞ്ഞ സന്ദീപ് പ്രദീപ് എന്ന് പറയുന്ന ആക്ടർക്ക് ഇവിടെ ഒരു സ്പേസ് ഉണ്ടെന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരും ഇവരൊരു സ്ക്രീൻ ഏജ്, ഇവർ ആക്ച്വൽ ഏജ് കൂടുതലാണെങ്കിലും ഒരു സ്ക്രീൻ ഏജ് വെച്ചിട്ട് കോളേജ് സ്റ്റുഡൻ്റ് ആയിട്ട് കറക്റ്റ് സ്യൂട്ടാണ്. പിന്നെ കോളേജ് കഴിഞ്ഞ് നിൽക്കുന്ന പയ്യന്മാർ, ആ ഒരു കാറ്റഗറിയിലുള്ള, നമുക്ക് കൂടുതൽ സിനിമ കാണുന്നത് ഈ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേരാണല്ലോ. അപ്പോൾ അവർക്ക് റിലേറ്റബിൾ ആയ കഥകളും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ സിനിമകൾ വിജയിക്കാനും സാധ്യതയുണ്ട്. സോ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ കിട്ടി, അതും ഒരു റൈവൽ എന്നുള്ള രീതിയിലും കിട്ടി. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ റൈറ്റേഴ്സും ഡയറക്ടേഴ്സും ഈ സന്ദീപ് പ്രദീപിനെ വെച്ച് സിനിമകൾ ചെയ്യുകയും ഇവർ രണ്ടുപേരും പ്രൊഫഷണലി ഇതൊരു കോമ്പറ്റീഷനായിട്ട് എടുത്തിട്ട് സ്വയം ഇമ്പ്രൂവ് ചെയ്യാനും കൂടെ ശ്രമിക്കുകയാണെങ്കിൽ പുതിയ 2 താരങ്ങളെ മലയാളത്തിന് കിട്ടും, കുറച്ച് നല്ല സിനിമകളെയും മലയാളത്തിന് കിട്ടും. സോ ഇതെൻ്റെ അഭിപ്രായമാണ്. ഒരൊറ്റ സിനിമ വെച്ച് മാത്രം വിലയിരുത്തിയതാണ്. പക്ഷേ ഈ ഒരു സാധ്യത തള്ളിക്കളയാൻ പറ്റുന്നതല്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ചാനലിലെ മറ്റു വീഡിയോസ് കണ്ടുപോകുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.